ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുഹൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് കഷ്ണങ്ങളൊന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പാലക്കാടൻ രീതിയിലുള്ള ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത സിമ്പിൾ ഒഴിച്ചുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം 4 വറ്റൽമുളകും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം വറ്റൽമുളക് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 വലിയ തക്കാളി എടുത്ത് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ 3ഓ 4ഓ ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ തക്കാളി ഒന്ന് പകുതി വഴണ്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1ഓ 2ഓ തണ്ട് വേപ്പില എടുത്ത് അതൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. വേപ്പില കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ വഴണ്ടി വരുന്ന സമയത്ത് അത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കായം, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായല്ലേ, അതിൻ്റെ പൊടി, ഇത് വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് മൂത്തൊക്കെ വന്നിട്ടുണ്ട്, മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ വഴറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് അടിച്ചെടുത്ത തൈരാണ്. ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്തതാണ്, മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 1.5 കപ്പ് തൈരും കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇപ്പം നമ്മളിതിവിടെ നല്ല ഫൈനായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ആവശ്യമുണ്ടോ, കൂടുതൽ ഇനി വേണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പുളിയും എരിവൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് അതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ കറി ചൂടാക്കുകയൊന്നുമില്ല, ഇതിലേക്ക് ഇനി താളിച്ചിട മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ വറവിടുന്നതിന് വേണ്ടി ഒരു സോസ് പാൻ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക, പിന്നെ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ആസ് യൂഷ്വൽ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് 2ഓ 3ഓ വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പാലക്കാടൻ സ്റ്റൈലിലുള്ള കഷ്ണങ്ങളൊന്നുമില്ലാത്ത ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാൾ എളുപ്പത്തിൽ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറി സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.